ചില പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന്, രക്ഷാപ്രവർത്തനം വൈകുന്നു, മറ്റൊന്ന് വേണ്ട ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുന്നില്ല. അങ്ങനെ പരാതികളൊക്കെ അവർ ഉന്നയിച്ചിരുന്നു. ഇന്ന് അത്തരം സാഹചര്യമുണ്ടോ, അതോ പൂർണ്ണമായും ദുഃഖമയമായ അവസ്ഥയിലേക്ക് സാഹചര്യം മാറിയോ? ഈ ലോറി ഡ്രൈവേഴ്സ് യൂണിയനും അങ്ങനെയുള്ളവരൊക്കെ ചില പ്രതിഷേധവുമായി ഇന്നലെ രംഗത്ത് വന്നിരുന്നു. സജിത്ത്, ഒരു ശോകമൂകമായ അവസ്ഥയാണ് ആ വീട്ടിലുള്ളത്. കാരണം ഒരു കഴിഞ്ഞ 2 ദിവസം മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയൊന്നും അവരുടെ മുഖത്ത് കാണുന്നില്ല. എങ്കിൽ പോലും നമുക്ക് തിരിച്ചു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പ്രതിഷേധങ്ങൾ കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ അവർ നമ്മളോട് പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇന്നെത്തിയപ്പോഴത്തേക്ക് അവർക്ക് അതിൽ നിന്ന് അങ്ങനെ പറയാൻ സഹോദരിക്ക് കഴിയാത്തൊരവസ്ഥ വന്നു. കാരണം ഞങ്ങൾക്ക് കരയാൻ പറ്റാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് കണ്ണുനീരില്ലാതായി പോയി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങൾ പിരിമുറുക്കത്തിൻ്റെ ദിവസങ്ങളാണ്. അവൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷേ ഇത്ര ദിവസമായിട്ടും അവിടെ നിന്ന് അവൻ്റെ ലോറി കണ്ടെത്താൻ പോലും കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ഇനി ഞങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് അവൻ്റെ സഹോദരിയായ അഞ്ജു ചോദിക്കുന്നത്. അങ്ങനെ വീട്ടുകാർക്കെല്ലാം തന്നെ, അതുപോലെ തന്നെ അവരുടെ അച്ഛൻ, ഞങ്ങൾ മാറി നിന്ന് സംസാരിക്കുന്നതിനിടയിൽ അച്ഛൻ കടന്നു വരികയും എൻ്റെ അർജുൻ ഇന്നെങ്കിലും വരുമായിരിക്കും അല്ലേ എന്നുള്ള പോലുള്ള ചോദ്യങ്ങൾ നമുക്ക് പോലും അതിൽ ഒരു ഉത്തരം പറയാനാവാത്ത ഒരു അവസ്ഥയിൽ അത്രത്തോളം നമുക്ക് ഭയങ്കര ആശങ്കയും ഒപ്പം തന്നെ വലിയ സങ്കടകരമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ആ വീടിൽ നിന്ന് മാറി, വീട് തൊട്ടപ്പുറത്താണ്, വീട്ടിൽ നിന്ന് മാറി നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാം മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ വൈര്യം മറന്നും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി അർജുനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് നല്ല കാര്യമാണെന്ന് അവർ പറയുന്നു. പക്ഷേ കർണാടകയുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു മന്ദഗതിയിൽ കാര്യങ്ങൾ പോയി എന്നുള്ള അത് അവർ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് അവർ പറയുന്നത്. ഇന്നലെ സജിത്ത് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ എല്ലാം സേവ് അർജുൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ അർജുനെ രക്ഷപ്പെടുത്തണം എന്നാവശ്യപ്പെടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനം ഫലപ്രദമായല്ല നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ പല ദിക്കുകളിലും കണ്ടതാണ്. ആ ഒരു പ്രതിഷേധം എന്തായാലും കുടുംബത്തിനുമുണ്ട്, ഒപ്പം തന്നെ ഈ പ്രദേശത്തെ നാട്ടുകാർക്കുമുണ്ട്. നാട്ടുകാർ അല്പസമയം മുമ്പ് പ്രദേശവാസിയായ രവീന്ദ്രൻ നമ്മോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്. കർണാടകയുടെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ വളരെ മന്ദഗതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. എന്തായാലും കേരളത്തിന്റെ ഒരു ഇടപെടൽ കൊണ്ടാണ്, കേരളത്തിന്റെ മാധ്യമങ്ങളുടെ അതുപോലെ തന്നെ സർക്കാരിന്റെയും ഒരു ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഈ ഘട്ടത്തിലെങ്കിലും ഇങ്ങനെയെങ്കിലും എത്തിയത്. എന്തായാലും പിന്നെ ഗംഗാവലി പുഴയിലും അതുപോലെ തന്നെ കരയിലും ഒരേ സമയം സൈന്യം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ വലിയ പ്രതീക്ഷ എന്തായാലും ഉണ്ട് എന്ന് തന്നെയാണ് സഹോദരി പറയുന്നത്. എന്തായാലും കണ്ടെത്താൻ കഴിയും, അവനെ എങ്ങനെയെങ്കിലും കണ്ടെത്താൻ കഴിയട്ടെ, അവന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും ഈ നാട് മുഴുവൻ അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ അർജുൻ തിരിച്ചു വരണം എന്നുള്ളത് നമ്മളെല്ലാവരും കാത്തിരിക്കുകയും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്, പ്രാർത്ഥനകൾ മാത്രമാണ് എല്ലാ ദിക്കിൽ നിന്നും ഉണ്ടാവുന്നത്. വിനേഷ്, അതാണ് വിനേഷ് സാഹചര്യം. വിനേഷ്, ഒപ്പം നമുക്ക്